ഹലോ ഗായ്സ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് ഞാൻ ഈ വീഡിയോ കാണിക്കാം എങ്ങനെയാണ് ഒരു ബസ് ആഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ കയറിയാൽ എനിക്കിപ്പോൾ തന്നെ ഗൈസ്, എനിക്കിപ്പോൾ ഈ വണ്ടിയാണ് ഗൈസ്. നമുക്ക് ഏത് വണ്ടി ഇപ്പോൾ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ വെഹിക്കിൾ മാപ്പെന്ന് കാണും. അപ്പോൾ നമ്മൾ വെഹിക്കിൾ ഞെക്കിയിട്ട് ഇമ്പോർട്ട് എന്നുള്ള ബട്ടൺ കൊടുക്കുക. അപ്പോൾ ഡിവൈസ് ഗാലറിയിൽ നിന്ന് വരും. പക്ഷെ നമ്മളൊന്നും ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ആപ്പ് എടുക്കുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ വയനാടൻ ബസ് മോഡ് ലിവറി എന്ന് അടിച്ചു കൊടുക്കുക. ഇവിടെ വന്നിട്ട് വയനാടൻ ബസ് മോഡ് ലിവറി എന്ന് അടിച്ചു കൊടുക്കുക. ബസ് മോഡ് ലിവറി എന്ന് അടിച്ചു കൊടുക്കുക. വയനാടൻ ബസ് മോഡ് ലിവറി. നമ്മൾ ഈ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ട ഗൈസ്. ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുക ഗൈസ്. എന്നിട്ട് നമ്മളിവിടെ 1, 2, 3, 4 അഞ്ചാമത്തെ എടുക്കുക. അഞ്ചാമത്തെ എഴുതേണ്ടിട്ട് വയനാടൻ ബസ് ഉണ്ട്. നമ്മൾ വയനാടൻ ബസ്സിൻ്റെ ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വയനാട് സെഡ്വേഗ ബസ് എന്ന് കാണും, താഴെ ലിവറിയും കാണും. നമ്മൾ ഫോട്ടോ ഞെക്കിയിട്ട് ഇവിടെ വെച്ച് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ mediafire.com പോയിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ ഞെക്കിയിട്ടും താഴെ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അവിടെ പോയി ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ആഡ് വരും ഗൈസ്. ഈ ആഡ് ഗൈസ് നമ്മളപ്പോൾ അതിന് വേണ്ടി ലിവറിയും കൂടെ നൈസായിട്ട് അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നേരെ നമ്മുടെ ആപ്പ് എടുക്കുക. എന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്കിവിടെ വന്നാൽ കാണാം ഗൈസ്. നമ്മൾ നേരെ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എടുക്കുക ഗൈസ്. നമ്മൾ നേരെ ഇപ്പോൾ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എടുക്കുകയാണ് ഗൈസ്. ഗൈസ് നമ്മൾ അന്നേരം നേരെ നമ്മുടെ ഗെയിം എടുക്കുക, ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. അപ്പോൾ നമ്മളിത് വേഗം ലോഡാവും ഗൈസ്. റെഡി മോഡ് ഫയൽസ് അങ്ങനെയൊക്കെ കാണിക്കും ഗൈസ്. റീഡിങ് ലോഗിൻ ആൻഡ് ലോഡ് പെയർ ഡേറ്റ. പിന്നെ ഇവിടെ പ്രിപ്പയറിങ് വെഹിക്കിൾ എന്ന് കാണിക്കും. അപ്പോൾ നമ്മുടെ ഈ വെഹിക്കിൾ തന്നെയാണ് ഗൈസ്. അപ്പോൾ ഈ വെഹിക്കിൾ തന്നെയാണ്. ഇനി നമ്മൾ മാനേജ്മെൻറ്റിൽ താഴെ മോഡ് എന്നുള്ളതുണ്ടോ അവിടെ ഞെക്കണം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും ഇമ്പോർട്ട് ഞെക്കണം. എന്നിട്ട് നമ്മൾ ഡിവൈസ് ഗാലറിയിൽ ഞെക്കണം. അപ്പോൾ ഡിവൈസ് ഗാലറിയിൽ നിന്ന് വരുമ്പം ഗൈസ്, ഡിവൈസ് ഗാലറിയിൽ നിന്ന് വരുമ്പോൾ നമ്മൾ നേരെ എടുത്തിട്ട് ഡിവൈസ് ഗാലറി ഒന്ന് ലോഡാവാൻ സമയം എടുക്കും. നമ്മൾ നേരത്തെ ഏറ്റവും താഴെ പോയാൽ കാണാൻ പറ്റും. നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത സെഡ്വേഗ ബൈ TVS. അതിൻ്റെ അത് ഞെക്കി പിടിച്ചിട്ട് സെലക്ട് എന്ന മേളിലുണ്ട്, അവിടെ ഒന്ന് ഞെക്കി കൊടുക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഗെയിമിലോട്ട് അത് വരും ഗൈസ്. അപ്പോൾ ഗെയിമിലോട്ട് നമ്മൾ ഇങ്ങനെ ചോദിക്കും ഗൈസ്, ഇത് ഗെയിം ആവട്ടെ. അപ്പോൾ നമ്മൾ ഗെയിമിൽ ചോദിക്കും ഇങ്ങനെ പൈസ ആണോ അതോ നമ്മൾ ആഡ് കാണുമോ ഗൈസ്. ഇപ്പോൾ ഒരു ഇത് വരും ഗൈസ്, മണി ഓർ ആഡെന്ന് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് മണി ഉണ്ടെങ്കിൽ മണി കൊടുക്കുക, അതോ അല്ലെങ്കിൽ ഫ്രീ കൊടുക്കുക ഗൈസ്. ഫ്രീ കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പം തൽക്കാലത്തിന് ഞാനിപ്പോൾ മണി കൊടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇങ്ങനെ കാണിക്കും ഗൈസ്. ഇങ്ങനെ ലോഡാവാൻ സമയം എടുക്കും ഗൈസ്. ലോഡാവാൻ സമയം എടുത്തിട്ട് യുവർ പർച്ചേസ് ഈസ് കംപ്ലീറ്റ് എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ കൺഫേം എന്ന് കൊടുക്കുക. കൺഫേം എന്ന് നമ്മളങ്ങോട്ട് കൊടുത്തിട്ട് ടു ഗ്യാരേജ് എന്ന സൈഡിലൊരു ഇതുണ്ട് ഗൈസ്, അവിടെ അങ്ങോട്ട് ഞെക്കുക ഗൈസ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ വലത്തോട്ടൊന്ന് ഞെക്കുക ഗൈസ്. ഇപ്പോൾ ഉള്ള ബസ്സിൻ്റെ വലത്തോട്ടൊന്ന് ഞെക്കിയാൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ബസ് വരും. എനിക്ക് നേരത്തെ ഒരു ജയഗുരുവിൻ്റെ ഒരു ബസ്സായിരുന്നു ഗൈസ്. എനിക്ക് നല്ല ദേഷ്യം വന്നു ഗൈസ്. ഗൂഗിൾ പേ ആവുമോ ഗൈസ്, ഗൂഗിൾ പ്ലേ ആവുമോ ഗൈസ്? ഞാൻ ഒന്ന് മാറ്റട്ടെ ഗൈസ്. ഒന്ന് മാറാൻ ഇച്ചിരി സമയം എടുക്കും. ഗൈസ് മാറി ഗൈസ്. ഇനി ഇതല്ല ഗൈസ്, ഇതിൻ്റെ അപ്പുറത്തൊരു വണ്ടിയുണ്ട് ഗൈസ്, അതാണ് നമ്മുടെ വണ്ടി ഗൈസ്. അപ്പോൾ നമ്മളൊന്നും കൂടി ഞെക്കുക. ആഞ്ജനേയ സ്വാമി ഗൈസ്, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഗൈസ്. നമ്മളൊന്നും കൂടെ ലാസ്റ്റായിട്ട് അവിടെ ഞെക്കുക ഗൈസ്. അപ്പോൾ വന്നു ഗൈസ്. ഈ വണ്ടി മാറിയിട്ട് മറ്റേ വണ്ടി വരാൻ ഇച്ചിരി ലോഡാവാൻ സമയം എടുക്കും ഗൈസ്, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ബസ്സിൽ ഇച്ചിരി ചെളിയുണ്ട് ഗൈസ്. ഈ ബസ്സിലല്ല, നമ്മളിപ്പം വരാൻ പോകുന്ന ബസ്സിൽ നോക്കിക്കോണേ ഗൈസ്. വരാൻ പോകുന്ന ബസ്സിൽ എന്തോ ചെളിയുണ്ട് ഗൈസ്, കൊണ്ടോ ഗൈസ്. അത് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ നിങ്ങൾ ഓർക്കുക എവിടെ, വയനാടൻ എവിടെയാണ്. നമ്മൾ നൈസായിട്ട് ഇതങ്ങോട്ട് യൂസ് കൊടുക്കുക ഗൈസ്. ഇത് എങ്ങനെ വയനാടനാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇപ്പോൾ മറ്റേതൊന്നും കൂടെ എടുത്തിട്ട് നമ്മൾ യൂസ് കൊടുക്കുക ഗൈസ്. ഈ ബസ്സല്ലല്ലോ, മറ്റേ ബസ് എടുത്തിട്ട് നമ്മൾ ഗൈസ് ഈ ബസ് എടുത്ത് അങ്ങോട്ട് യൂസ് കൊടുക്കുക. എന്നിട്ട് യേസ് കൊടുക്കുക ഗൈസ്. എന്തൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് മേളിൽ ഇവിടെ മൂന്നാമത് പെയിൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ഗൈസ്, അവിടെ അങ്ങോട്ട് നമ്മൾ ഞെക്കുക. എന്നിട്ട് ബ്രൗസ് ലിവറിന്ന് കാണിക്കും ഗൈസ്, അവിടെയും കൂടെ അങ്ങോട്ട് ഞെക്കുക ഗൈസ്. ഈ ഇടത്തെ ഭാഗത്ത് ബ്രൗസ് ലിവറിന്ന് അങ്ങോട്ട് ഞെക്കുക. എന്നിട്ട് ഫയൽ മാനേജർ എടുക്കുക. എന്നിട്ട് ഡൗൺലോഡിൽ പോയിട്ട്
ഏറ്റവും താഴെ കിടക്കുന്ന ഗൈസ് അതങ്ങോട്ട് സെലക്ട് ചെയ്യുക ഗൈസ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും താഴെ കിടക്കുന്ന കണ്ടോ ഈ ഡൗൺലോഡ് ടെംപ്ലേറ്റിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് ഈ വയനാടിൻ്റെ കാണും ഗൈസ്. എനിക്ക് എന്താ ഇങ്ങനെ ചെളിയെന്ന് അറിയത്തില്ല. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ എങ്ങനെയെങ്കിലും ഓടിച്ചിട്ട് എവിടെയെങ്കിലും ഇടിപ്പിച്ചിട്ട് 90ൻ്റെ താഴെ ആക്കിയിട്ടൊന്ന് റിപ്പയർ ചെയ്താൽ മതി. എനിക്കറിയാം ഇത് ശരിയാവും ഗൈസ്. അപ്പോൾ ഇത് ശരിയാവും ഗൈസ്. അപ്പോൾ ഒരു ചെറുതായിട്ടൊരു ഫേസ്ബുക്കിൻ്റെ ആഡൊക്കെ വരും. ഇതേ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഏത് കൊച്ചു കുട്ടിക്കും വേണമെങ്കിലും ഈസി ആയിട്ടൊരു ബസ് ആഡ് ചെയ്യാം ഗൈസ്, ഞാനിപ്പോൾ ആഡ് ചെയ്ത പോലെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തുള്ള വേറെ വീഡിയോകൾ വരുന്നു. നന്ദകിഷോർ സൈനിങ് ഔട്ട്.